വേണ്ടി പ്രവർത്തിച്ച എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും അവരെ എല്ലാ ഗുണങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. നിങ്ങളെ കുടുംബങ്ങളും ദുആ ചെയ്യണം. മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരും നമ്മളെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളൊരു സഹോദരൻ അല്ലെങ്കിൽ നമ്മളൊരു മകൻ എന്നുള്ള നിലക്ക് നമ്മളെ കേരളക്കാരാവുന്ന ജനങ്ങൾ അത് ഏത് മതവിശ്വാസികളാണെങ്കിലും അവരിലുണ്ടാവുന്നതായ ഒരു പ്രത്യേക ഒരു വികാരമാണ്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും മറന്നുകൊണ്ടിട്ട് ഇപ്പോൾ എല്ലാ പള്ളിയിൽ നിന്നും ഇന്നലെ നമ്മളെ പള്ളിയിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഞാൻ നിൽക്കാൻ കഴിയാത്തവർക്കൊക്കെ. അപ്പോൾ എല്ലാ പള്ളിയിൽ നിന്നും ഇങ്ങനെ ഓരോ പരിക്കാഴ്ചകളും ഓരോ വ്യക്തികളും എൻ്റെ പേരിൽ നിന്ന് മകളും മറ്റൊരു എല്ലാവരും കൊടുത്തേക്കണം. അപ്പോൾ എല്ലാവരും വിഷമിപ്പിച്ചതായ ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും കേട്ടോ. നമ്മൾ ഈ രാജ്യത്ത് ഇതേപോലുള്ളതായ മതസൗഹാർദ്ദവും ഈ ഐക്യവും ഈ സ്നേഹമൊക്കെ ഇത് നമ്മൾ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ആർക്കും ഇങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ സഹകരിക്കാൻ തയ്യാറാവണം. ഇതാണ് നമ്മളെ തിയറി, നമ്മളെ നയം അതാണ്. നിങ്ങളോട് പറയാനുള്ള നിങ്ങളെ വിഷമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നിങ്ങളെ മകനക്ക് ഒരു പുതിയ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവനെല്ലാ ഷർറും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അവനക്ക് വേണ്ടി ഈ ചെയ്ത ആളുകൾ ഇവരോടൊക്കെ നമ്മൾ കടപ്പെട്ടവരാണ്. അവർക്കൊക്കെ വേണ്ടി നിങ്ങളും കുടുംബങ്ങളൊക്കെ ദുആ ചെയ്യാം.